നമസ്തേ. മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ വേങ്ങൂരിൽ പുരാതനമായ വിഷ്ണു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു. അത് വെറും കാടും മണ്ണും മൂടിക്കിടക്കുകയല്ല. മദ്രസ പണിയുന്നതിനായി ജിഹാദികൾ തട്ടിയെടുത്തതാണ് ആ സ്ഥലം. നിങ്ങൾ ഈ കാണുന്ന മദ്രസ കെട്ടിടത്തിനോട് ചേർന്ന് കാട് മൂടിക്കിടക്കുന്നിടത്ത് പുരാതനമായ വിഷ്ണു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. വട്ടക്കോവിലിന്റെ തറയും പാതി തകർന്നടിഞ്ഞ ചുമരും ആ കാടിനുള്ളിൽ ഉണ്ട്. ക്ഷേത്രത്തറയെ മാത്രം മാറ്റി നിർത്തി ചുറ്റും മതിലുകെട്ടി ക്ഷേത്രഭൂമിയിൽ ആ മദ്രസ കെട്ടിടവും അവരുടെ കട ബിൽഡിങ്ങും എങ്ങനെ ഉയർന്നു വന്നു അറിയില്ല. മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ മേലാറ്റൂർ പഞ്ചായത്തിൽ കാര്യവട്ടത്തുള്ള വേങ്ങൂരിലാണ് പുരാതനമായ വിഷ്ണു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം ക്ഷേത്രഭൂമിയിലാണ് ആ രണ്ട് കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്ന്. ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ വലിയ ഒരു മസ്ജിദ് ഉണ്ട്. മസ്ജിദ് പടി എന്നാണ് ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പിന്റെ പേര്. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ പഴയ ക്ഷേത്ര കുളവും ഉണ്ട്. ഇന്ന് അത് പഞ്ചായത്ത് കുളമായിരിക്കുന്നു. കുളത്തിൽ ക്ഷേത്ര വിഗ്രഹമടക്കം ക്ഷേത്രത്തിലെ പഴയ കൽവിളക്കും മറ്റും ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ കുറിച്ചറിഞ്ഞ വീഡിയോ എടുക്കാൻ പോയ ഞങ്ങളുടെ ടീമിനെ പരിസരവാസികൾ സംഘം ചേർന്ന് പേടിപ്പിക്കുകയും ചിത്രം എടുക്കുന്നവരെ ഭയപ്പെടുത്തുകയുമാണ് ചെയ്തത്. പെരിന്തൽമണ്ണ മേലാറ്റൂർ പഞ്ചായത്ത് വേങ്ങൂരിൽ പുരാതനമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തറയുടെ വട്ടശ്രീകോളായിട്ടുള്ള തറയുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. അത് മദ്രസ കെട്ടിടത്തിനോട് ചേർന്നിട്ടാണ് ക്ഷേത്രാവശിഷ്ടമുള്ളത്. അതിനോട് ചേർന്ന് വേറൊരു മദ്രസയുടെ അതിൻ്റെ ഒരു ബിൽഡിങ്സും വേറെയുണ്ട്. ഈ ബിൽഡിങ്ങിനും മദ്രസയ്ക്കും ഇടയിലായിട്ട് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലത്താണ് ക്ഷേത്രാവശിഷ്ടം ഉള്ളത്. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേർ അയച്ചിരുന്നു. അവർ അവിടെ ചെന്നതിൻ്റെ ഉള്ളിൽ കടന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ പ്രദേശത്തുള്ള കുറച്ച് പേര് സംഘം ചേരുകയും ഇവരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഒരു നോക്കുക എന്തൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ അവർ ജസ്റ്റ് ഒരു 3 ഫോട്ടോയും ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അവരവിടുന്ന് വേഗം പോകുന്നു. കാരണം അവിടെ മദ്രസ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഈ ക്ഷേത്രാവശിഷ്ടം വന്നപ്പോൾ അത് അവിടെ കാണാൻ വരുന്നവരെയും അത് ഫോട്ടോ എടുക്കാൻ വരുന്നവരെയും എല്ലാം ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് വിടുകയാണ്. അതൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവിടെ ഈ ക്ഷേത്രം കാണാൻ വരുന്നവരെ ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം തറയേ ഉള്ളൂ, തറയുടെ ഭാഗം, അത് കാണാൻ അവിടെ സമ്മതിക്കുന്നില്ല, അവിടെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രഭൂമി കയ്യേറി മദ്രസ പണിയുകയും അത് കാണാനും ചിത്രമെടുക്കാനും വരുന്നവരെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഭീകരതയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നിലവിൽ ശ്രീകോവിൽ നിന്ന സ്ഥലം മാത്രം നിർത്തി ബാക്കി മുഴുവൻ മതില് കെട്ടി സ്ഥലം കൈയടക്കിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ അവിടെ ഒരു ശ്രീകോവിൽ നിർമ്മിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളട്ടെ. എത്രയും വേഗം അവിടെ ഒരു ക്ഷേത്രം ഉയരട്ടെ.